ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. ഉന്നതനാകുന്ന ദൈവത്തിന് ഈ പ്രഭാതത്തിൽ വീണ്ടും മഹത്വവും സ്തുതിയും സ്തോത്രവും ബലവും ശക്തിയും അർപ്പിക്കുന്നു. തൃപ്പാദമെന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന, ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. പൈതലായ കർത്താവായ യേശുവിനെ കുറിച്ചും യേശു കർത്താവും അമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് പഠിക്കാനിടയായി. ഇന്ന് ബാലനായ യേശുവിനെ കുറിച്ച് നാം പഠിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ പോലെ ഭൂമിയിൽ ജനിച്ചു, മാസങ്ങൾ കഴിഞ്ഞ് വയസ്സായി, അങ്ങനെ ഓരോ വയസ്സും നിർണയിക്കപ്പെട്ട് നമ്മെ പോലെ കർത്താവായ യേശു വളരുകയായിരുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ശിശു ഇരിക്കുന്ന സ്ഥലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിദ്വാൻമാർ കർത്താവിനെ കാണാനായിട്ട് വരുമ്പോൾ കർത്താവായ യേശു ഒരു ഇരിക്കുന്ന ശിശു ആയിരുന്നു എന്ന് മലയാളം ബൈബിളിലെ പരിഭാഷയിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അതിനുശേഷം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിലെ ആ പൈതൽ വളർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം 52-ാമത്തെ വാക്യത്തിൽ യേശുവോ ജ്ഞാനവും വളർച്ചയും നിറഞ്ഞവനായി മുതിർന്നു വന്നു എന്നും നാം വായിക്കുന്നു. ബാലനായിരിക്കുന്ന യേശുക്രിസ്തു നമ്മെ പോലെ ബാലന്മാർ ഏതെല്ലാം ജീവിതാനുഭവങ്ങൾ കൂടി കടന്നു പോകും, അതുപോലെ കടന്നു പോവുകയായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിന് 12 വയസ്സായപ്പോൾ കർത്താവിൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന യോസഫും അമ്മയാകുന്ന മറിയയും എല്ലാ ആണ്ടുകൾ തോറും പതിവ് പോലെ യെരുശലേമിൽ ഉത്സവം ആചരിക്കാനായിട്ട് പോകുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ബാലനായിരിക്കുന്ന യേശു 12-ാമത്തെ വയസ്സിൽ പതിവ് പോലെ പെരുന്നാളിന് പോവുകയാണ്. ഈ സമയത്ത് ബാലനായിരിക്കുന്ന യേശു തൻ്റെ ബന്ധുക്കളോടും ചാർച്ചക്കാരോടും കൂടെയാണ് പോയത്. കർത്താവായ യേശു നമ്മെ പോലെ ബന്ധുക്കളോടും അതുപോലെ തന്നെ ചാർച്ചക്കാരോടും അടുത്ത് ഇടപഴകിയ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയും നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 44 നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവായ യേശു യെരുശലേമിലേക്ക് നടന്നു പോവുകയാണ്. സഹയാത്രക്കാർ കൂടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം കർത്താവ് നടന്നു പോകുകയായിരുന്നു. 2-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. മാത്രമല്ല 12 വയസ്സുള്ളതായിരിക്കുന്ന യേശു യെരുശലേമിൽ താമസിക്കുകയാണ്. ബന്ധുക്കളുടെ ഇടയിൽ കർത്താവായ യേശു ഉണ്ടായിരിക്കും എന്നുള്ളതായിരിക്കുന്ന ഊഹത്തോടുകൂടി തൻ്റെ മാതാപിതാക്കൾ വഴി യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ കർത്താവിനെ അവർ ബന്ധുക്കളുടെ ഇടയിൽ തിരിഞ്ഞപ്പോൾ, അതായത് 2 ദിവസത്തെ വഴി പോയതിന് ശേഷമാണ് കർത്താവിനെ കാണാനായി സാധിച്ചില്ല. ഈ സമയത്ത് അവർ യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ കണ്ടതായിരിക്കുന്ന കാഴ്ച ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ യെരുശലേം ദേവാലയത്തിൽ ഇരിക്കുന്നതായിരിക്കുന്ന ബാലനായ യേശുവിനെയാണ്. അവരോട് കർത്താവ് ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അവർക്ക് കർത്താവ് മറുപടി നൽകി. കർത്താവിൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും കർത്താവിൻ്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. ആ രീതിയിൽ കർത്താവായിരിക്കുന്ന യേശു യെരുശലേമിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. ബാലന്മാർ സാധാരണയായിട്ടൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഭാഗം അല്ലെങ്കിൽ ആ സ്ഥലം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ അവിടെ തങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ കർത്താവായിരിക്കുന്ന യേശു, ബാലനായിരിക്കുന്ന യേശു അവിടെ തങ്ങി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതെ, നമ്മുടെ കർത്താവ് നമ്മെ പോലെ ഒരു ബാലനായിട്ട് പതിവ് പോലെ പള്ളിയിൽ പോകുന്നവനായി, എല്ലാ വർഷങ്ങളിലും പതിവ് പോലെ യെരുശലേം ദേവാലയത്തിൽ പോകുന്നവനായി
അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ 12ാമത്തെ വയസ്സ് ഇവിടെ വ്യക്തമായി നിർണയിച്ച് എഴുതപ്പെട്ടിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ 23-ാമത്തെ വാക്യത്തിലെ യേശു കർത്താവിന് തൻ്റെ പ്രവൃത്തി, പരസ്യമായിരിക്കുന്ന തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ 30 വയസ്സായിരുന്നു എന്നും വ്യക്തമായിട്ട് ലൂക്കോസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, പൈതലായ യേശു, ബാലനായിരിക്കുന്ന യേശു മാത്രമല്ല, അവിടുന്ന് യെരുശലേം ദേവാലയത്തിലായിരിക്കുമ്പോൾ എൻ്റെ പിതാവിനുള്ളതിൽ, അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ആലയമാകുന്ന ഈ ദേവാലയത്തിൽ ഞാൻ ഇരിക്കേണ്ടത് അല്ലയോ, ഇരിക്കാനായിട്ട് യോഗ്യതയുള്ളവനാണ് എന്ന് തൻ്റെ മാതാവിനോട് കർത്താവായ യേശു ഉത്തരം പറയുന്നതായിരിക്കുന്ന സന്ദർഭവും നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്, നമ്മെപ്പോലെ പൈതലായി ജനിച്ചു, നമ്മെപ്പോലെ വളർന്നു, വയസ്സ് നിർണയിക്കപ്പെട്ടു, നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്ത് ജീവിക്കുകയായിരുന്നു. കർത്താവിൻ്റെ വയസ്സ് വ്യക്തമായിട്ട് നിർണയിക്കപ്പെട്ടതിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിലും മുതിർന്ന് വന്നതായിരിക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. മാത്രമല്ല, അവിടുന്ന് പതിവ് പോലെ സിനഗോഗെന്ന പള്ളിയിൽ പോകുക പതിവായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലെ ശബത്തിൽ തൻ്റെ പതിവ് പോലെ അവിടുന്ന് പള്ളിയിൽ പോയി വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെപ്പോലെ സാധാരണയായിട്ട് പള്ളിയിൽ പോകുന്നത് പോലെ, ആലയങ്ങളിൽ, സഭാ ഹാളുകളിൽ പോകുന്നത് പോലെ കർത്താവായിരിക്കുന്ന യേശു അന്നത്തെ സിനഗോഗുകളിൽ പതിവ് പോലെ ശനിയാഴ്ച ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ദൈവത്തിൻ്റെ വചനം വായിക്കണം എന്നുള്ള ഉത്സാഹത്തോടും കൂടി കടന്നു പോവുകയായിരുന്നു. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ജീവിതയാത്രയുടെ ഓരോ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ കൂടിയെല്ലാം നമ്മുടെ കർത്താവ് കടന്നുപോയി എന്നുള്ള കാര്യം ഈ വാക്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. ഈ പ്രഭാതത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ മനുഷ്യരും കടന്നു പോകുന്നതായിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മുടെ കർത്താവ് കടന്നുപോയി എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. ഇന്ന് പകൽക്കാലം ഈ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ഈ കർത്താവിൻ്റെ ആണിപ്പാലുള്ള അവിടുത്തെ സന്നിധാനത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മഹാദൈവം ആയിരുന്നവൻ ഈ ലോകത്ത് മനുഷ്യനായി കടന്നു വന്ന് നമ്മെ സ്നേഹിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കർത്താവിന് വേണ്ടി ഈ പകൽക്കാലം വീണ്ടും ജീവിക്കാം. ഈ തിരുവചനങ്ങളാൽ ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.